മാറിയ ലോകം തിരിച്ചറിയാത്തവരാണ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകം ഇപ്പോൾ നൽകുന്നതിനെതിരെ ചോദ്യമുയർത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2.31 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. അധ്യയനം ആരംഭിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് നൽകിയപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്. കഴിഞ്ഞ 10 വർഷവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ഏതറ്റം വരെയും പഠിപ്പിക്കാൻ തയ്യാറായ സർക്കാരാണ് ഇപ്പോഴുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ വിദേശത്ത് വിട്ടുപഠിപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളമെന്നും നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കേരളത്തിൽ എന്നെ സമീപിച്ച MLA-മാർ അതിൽ 1-ാം നമ്പറാണ് സുജിത് വിജയൻപിള്ള എന്ന് അഭിമാനത്തോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കെട്ടിടം കിട്ടിയത്. MLA വീട്ടിൽ നിന്ന് ഉറങ്ങിയാലും ഈ കെട്ടിടം വരുത്തില്ല. 150 സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ പണിതു. 150 കോടിയുടെ കെട്ടിടങ്ങൾ 150 കോടിയുടെ കെട്ടിടങ്ങൾ കേരളത്തിൽ പണിഞ്ഞു വിശ്വസിച്ച് ഡിപ്പാർട്ട്മെന്റ്. അതിൽ 2.25 കോടി രൂപ ഇവിടെ മുടക്കിയത് ഒറ്റയാടെ കഴിവാണ്. അത് സജി ചെറിയാന്റെ അല്ല, ഗവൺമെന്റ് അല്ല. അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ച് അതിന്റെ പുറകെ നടന്ന് ഇതിവിടെ പണിയണം, ഇതിന് പണം അനുവദിക്കണം, ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇടപെട്ട നിങ്ങളുടെ MLA ആണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ വന്നപ്പോൾ ടീച്ചറിനോട് എത്ര കുട്ടികളെ എല്ലാം കൂടി 334 നല്ല മാറ്റമുണ്ട്, ഇതൊന്ന് പെയിന്റ് അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് പെയിന്റ് അടിക്കണം, നല്ല വൃത്തിയുള്ള സ്കൂളാണ്, PTA സജീവമാകണം. നമ്മുടെ PTA എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പൊതുവിദ്യാഭ്യാസം വലിയ തരത്തിൽ മാറിയിരിക്കുക. ഇപ്പൊ പാഠപുസ്തകം കൊടുക്കുന്നതാണ് പ്രശ്നം. കൊടുക്കാതിരുന്ന് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ 3 മാസം മുമ്പ് പാഠപുസ്തകം കിട്ടുക. നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി, നിങ്ങളുടെ അപ്പൂപ്പൻ എത്ര സമർത്ഥനായ മന്ത്രിയാണെന്നറിയാവോ? അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് ഗവൺമെന്റുകളൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഇവിടെ പാഠപുസ്തകം ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ അധ്യാപകരെല്ലാം കൂടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങളെ കൊണ്ടുതരും. ക്ലാസ്സൊക്കെ തുടങ്ങി 2-3 മാസം കഴിയുമ്പോൾ. ഇപ്പൊ 3 മാസം മുമ്പ് പാഠപുസ്തകം തന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായി നമുക്ക് സർക്കാർ ഫണ്ടുകൾ നല്ല രീതിയിൽ ലഭിച്ചു. ഇവിടെ എല്ലാം പ്രതിസന്ധിയായി വരുന്നത് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണമാണ്. നമ്മൾ 2021 അന്ന് സ്കൂളിൻ്റെ പ്രപ്പോസലായിട്ട് പോകുമ്പം ഇവിടെ 300-ൽ താഴെ കുട്ടികളെ ഉള്ളൂ. ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളാണ്, പക്ഷേ അത്രയും കുട്ടികളേ ഉള്ളൂ. അധ്യാപകർ പലരും ഇവിടെ ട്രാൻസ്ഫറായി കിട്ടുമ്പോൾ ഈ പഞ്ചായത്തിലുള്ളവർ ഇവിടെ കയറാൻ തയ്യാറാവുന്നില്ല, ഭൗതിക സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇവിടെ ഹൈടെക് ക്ലാസ് റൂമുകളടക്കം സംവിധാനങ്ങൾ ഒരുക്കി. പക്ഷേ ഞാൻ MLA ആയതിനു ശേഷം ഒരു മാസത്തിനുള്ളിൽ ഇവിടുത്തെ അന്നത്തെ PTയും അധ്യാപകരും എല്ലാം വിളിച്ചു വരുത്തി ഇവിടുത്തെ അസൗകര്യങ്ങളെല്ലാം കാണിക്കുകയും അതിന് പരിഹാരമുണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളിത് സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തടസ്സങ്ങൾ പലതും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും നമ്മുടെ CRSന്റെ മേഖലയായതിനാൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് CRSന്റെ പെർമിഷൻ വേണം. ഓരോ കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിന് ഒരുപാട് കാലതാമസങ്ങളുണ്ടാകും. ഈ കാലതാമസങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. നിരവധി തവണ CRSന്റെ ഓഫീസിൽ നേരിട്ട് തന്നെ പോകേണ്ടി വന്നു. ഓരോ കമ്മിറ്റികളിലും ശുപാർശ ചെയ്യേണ്ടി വന്നു. കോവിഡിൻ്റെ സമയമായതിനാൽ ഒരുപാട് നാൾ CRS കമ്മിറ്റി തന്നെ കൂടാതിരുന്നതിനാൽ ഒരുപാട് താമസങ്ങളുണ്ടായി. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം നിജ അനിൽ, IREL ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഭക്തദർശൻ, പ്രിൻസിപ്പൽ S ശംനാഥ്, PTA പ്രസിഡന്റ് S സുമേഷ്, അരയസേവാ സമിതി പ്രസിഡന്റ് U രാജു, പ്രഥമാധ്യാപിക OA രഞ്ജിനി, വേദവ്യാസൻ, ശ്രുതി ഉഷാർ, ദീപു ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.